നസ്കർ ബാഗാൻ ലേൻ അഭിജാതമായ ഒരു നഗരവീഥിയാകുന്നു. അഭിജാതമെന്ന് വച്ചാൽ വലിയ വലിയ തറവാടികൾ തലമുറകളായി പാർത്തുവരുന്ന പ്രദേശം എന്നർത്ഥമാകണമെന്നില്ല. കുറേയേറെ പഴക്കമുള്ള നിരത്ത് എന്നു കരുതിയാൽ മതി. ഒരുപക്ഷെ ഒരു കാലത്ത് ഇന്നു കാണുന്ന മാതിരി ഇലക്ട്രിക് ലൈറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് വരാം. ഈ വിധം ടാറിട്ടു മിനുക്കിയതായിരുന്നില്ല നിരത്ത്. ഇവണ്ണമുള്ള 2 നില 3 നില മാളികകളുടെ കാര്യവും അങ്ങനെ തന്നെ. അങ്ങനെ നോക്കിയാൽ ഏതൊരു നഗരവീഥിയിലാണ് ഇതൊക്കെ പണ്ടുണ്ടായിരുന്നത്? പണ്ടത്തെ കൽക്കത്തയുടെ മുഖം കണ്ടിട്ടുള്ളവരിൽ ചിലരെങ്കിലും നഗരത്തിൽ അവശേഷിക്കുന്നുണ്ടാവും. കുതിരയെ കെട്ടിവലിപ്പിക്കുന്ന വണ്ടിയിൽ വെള്ളം കൊണ്ടുവന്ന് നിരത്തു നനയ്ക്കുക, മണ്ണെണ്ണയൊഴിച്ച വിളക്കുകൾ കത്തിക്കുക, ജടുക്കത്തലപ്പത്ത് പെട്ടിയും പടുക്കയും വെച്ചുകെട്ടി ഷെയാൽദ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്കു മടങ്ങുക. ആ നാളുകളൊന്നും ഇന്നില്ല. ഇന്നില്ലാത്തതിനാൽ തന്നെയാണ് പറയുന്നത് നസ്കർ ബാഗാൻ ലേനിൻ്റെ മുഖഛായയും മാറിപ്പോയെന്ന്. മുമ്പ് ഒരു ചണ്ടിക്കുളം ഉണ്ടായിരുന്നിടത്ത് ഇന്ന് ദേവസുന്ദരബാബുവിൻ്റെ ഒരു 3 നില മാളിക തലയെടുത്തു നിൽക്കുന്നു. റിട്ടയർ ചെയ്ത ശേഷം ഈ നസ്കർ ബാഗാൻ ലേനിൽ ഭവനം പണിയിച്ച ദേവസുന്ദരബാബു താൻ വലിയൊരു പരാക്രമമാണ് പ്രദർശിപ്പിച്ചതെന്ന് ഭാവിക്കാറുണ്ടായിരുന്നു. അല്ല, അന്നത്തെ കാലത്ത് കൽക്കത്ത മഹാനഗരത്തിൽ ഭവനം പണികഴിപ്പിക്കുന്നത് ഒരു ധീരകൃത്യം തന്നെയാണെന്ന് വേണം പറയാനും. 50-60 ഉറുപ്പികയ്ക്ക് ഒരു കാഠ, 320 ചതുരശ്ര മുഴം. പുരയിടം കൊടുക്കാമെന്നു പറഞ്ഞാലും തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത ദിക്കിൽ ഇന്ന് 50,000 കൊണ്ട് ഓടി നടന്നാലുമില്ല കിട്ടാനൊരിഞ്ച് സ്ഥലം. ഒരു ദിവസം പുരപ്പണി കാണാൻ ചെന്ന അയൽക്കാരൻ കരുണാകാന്ത ബാബു ദേവസുന്ദര ബാബുവിനോട് ചോദിച്ചു, സ്ഥലം എന്തു വിലയ്ക്ക് വാങ്ങിയെന്നാണ് പറഞ്ഞത്? ദേവസുന്ദര ബാബു പറഞ്ഞു, കാഠയൊന്നിന് 5,000 വെച്ച്. കോളിനു കിട്ടി സാർ. ഹേരംബ ബാബു ഈയിടെ എത്രയ്ക്കാണ് സ്ഥലം വാങ്ങിയതെന്നറിയാമോ? 7,000 ഉറുപ്പിക പ്രകാരം. ഹേരംബ ബാബു പുര പണിയിച്ചിരിക്കുന്നത് 2 പറമ്പ് അപ്പുറത്തു തന്നെ. ദേവസുന്ദര ബാബു ഒരു ദിവസം നടന്നു ചെന്ന് പണിപ്പുരയുടെ മുമ്പിൽ നിന്നു. അവിടെ കുമ്മായവും സുർക്കിയും സിമൻറ്റും അട്ടിയിട്ടിരിക്കുന്നു. മേസ്തിരിമാരും കൂലിക്കാരും തിരക്കിട്ടു പണിയെടുക്കുന്നു. എല്ലാവർക്കും നടുവിൽ ഹേരംബ ബാബുവുമുണ്ട്. പൊരിവെയിലിൽ നിന്നുകൊണ്ട് പുരപ്പണിയുടെ മേൽനോട്ടം നടത്തുന്നു. ദേവസുന്ദര ബാബുവിനെ കണ്ട് അയാൾ അടുക്കലേക്ക് ചെന്നു പറഞ്ഞു, ആരാണെന്ന് മനസ്സിലായില്ല? പുരപ്പണി ഒന്ന് കാണാമല്ലോ എന്ന് വച്ചു വന്നു, അത്രയേ ഉള്ളൂ. എന്ത് വിലയ്ക്കാണ് പ്ലോട്ട് എടുത്തത് സാർ? ഞാനും നടത്തി ഒരു പുരപ്പണി, അതുകൊണ്ട് ചോദിച്ചതാണ്. ഇങ്ങനെ ആയിടങ്ങളിലെ പുതിയ അധിവാസികൾ പരിചയപ്പെട്ടു. പോക്കുവരവുകൾ തുടങ്ങി. ഒരു കാലത്ത് നസ്കർ ബാഗാൻ ലേൻ വളഞ്ഞു പിരിഞ്ഞ് കുണ്ടും കുഴിയുമായി കിടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു. പായൽ പിടിച്ചു പുന്നരിച്ച ഇഷ്ടിക ചുവരുകളുള്ള ജാംബവാന്റെ കാലത്തെ പുരകൾ, കുറേയേറെ സ്ഥലം കയ്യേറിക്കിടക്കുന്ന തോട്ടം, നസ്കർ ബാഗാൻ ലേനിലെ ആദിവാസികളായ നസ്കർ ബാബുമാരുടെ തോട്ടം, മാവ്, പ്ലാവ്, തെങ്ങ്, പന തൊട്ടുള്ള മരങ്ങൾ, പിന്നെ ഒരു കണ്ടംകുളം. അന്നത്തെ കൽക്കത്തയ്ക്ക് ഇന്നത്തേതുമായിട്ടുണ്ടോ വല്ല പൊരുത്തവും? തോട്ടം ഇന്ന് ഒരധികപ്പറ്റാണ്. നിങ്ങൾക്കൊരു തോട്ടം വെച്ചു പിടിപ്പിക്കാൻ പരിപാടിയുണ്ടെങ്കിൽ തന്നെ കൽക്കത്ത മഹാനഗരസഭ അതിനനുവദിക്കില്ല. അതായത് വെച്ചു പിടിപ്പിച്ചാൽ കൂറ്റൻ കരം ചുമത്തും, അത്ര തന്നെ. ഈ അടവിനുള്ള മറുതട എന്ന പോലെ നസ്കർ ബാബുമാർ പ്ലോട്ടാക്കി ഭൂമിയൊക്കെ അങ്ങോട്ട് വിറ്റു. പ്ലോട്ടിനു പരക്കം പാഞ്ഞു നടന്നിരുന്നവർ ഇരച്ചു കയറി നസ്കർ ബാഗാൻ ലേനിലേക്ക്. അന്നു മുതൽക്കാണ് ഈ നസ്കർ ബാഗാൻ ലേനിന് ഓജസ് വച്ചത്. ഓരോന്നായി ഭവനങ്ങൾ ഉയർന്നു വന്നു. ഭവനങ്ങൾക്കൊപ്പം ജനം, ജനത്തിനൊപ്പം ജനപ്പെരുപ്പം. അടുത്തുള്ള വൻ നിരത്തുകളിൽ പുതിയ ബസ് റൂട്ടുകൾ രൂപം കൊണ്ടു. ഓഫീസ് യാത്രക്കാരായ ചെറുപ്പക്കാർക്ക് നടന്നു വേണം ജോലി സ്ഥലത്തെത്താനെന്ന ദശ കഴിഞ്ഞു. നസ്കർ ബാഗാൻ ലേൻ കടന്ന് തിരിവിൽ തന്നെയുള്ള പാർക്കിനരികിൽ നിൽക്കയേ വേണ്ടു. അവിടെ ഒരു പുതിയ ബസ് സ്റ്റോപ്പുണ്ട്. അവിടുന്ന് ബസ് പിടിച്ചാൽ ഡൽഹൌസി സ്ക്വയറിലെ ഓഫീസ് പ്രദേശത്ത് നേരെ ചെന്നിറങ്ങാം. ചെലവ് വെറും 6 പൈസ. അത്ര നിസ്സാരമാണോ ഈ സൗകര്യം? ഈ അവഗണിക്ക വയ്യാത്ത ഒരു സൗകര്യം കാരണം നസ്കർ ബാഗാൻ ലേനിൽ ഭൂമിക്കു പ്രിയം കൂടി. പ്രിയം കൂടിയതിനനുസരിച്ച് വില കൂടി. ഒപ്പം തന്നെ പുരയ്ക്ക് വാടക കൂടി. വാടകക്കാരുടെ എണ്ണം പെരുകി. വാടക വീട് തേടിയെത്തിയ മുഖപരിചയമില്ലാത്തവരുടെ സംഖ്യയും തടിച്ചു. വാടകക്കാർ മാറി വരും തോറും ജനലുകളിലെ കേട്ടനും മാറി മാറി വന്നു. അവിടെ പുതുമുഖങ്ങൾ പ്രകടമായിക്കൊണ്ടിരുന്നു.
പുതുകണ്ഠസ്വരങ്ങൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. അന്തിമയങ്ങും മുമ്പ് തുടങ്ങും ഭവനങ്ങളിൽ റേഡിയോവിൻ്റെ നിനാദം. പുതിയ പുതിയ ഗീതങ്ങൾ, പുതിയ പുതിയ താളമേളങ്ങൾ. ബംഗാളി ഗീതങ്ങളില്ല, ഹിന്ദി ഗീതങ്ങൾ, ബോംബെ ഫിലിമുകളുടെ ഹരം പിടിപ്പിക്കുന്ന ഗീതങ്ങൾ. കേട്ടിട്ടു ഹേരംബ ബാബുവിന് തല നോവാൻ തുടങ്ങുന്നു. ബ്ലഡ് പ്രഷറാണ് അങ്ങേരുടെ സ്ഥായിയായ രോഗം. പുരപണിയാനിറങ്ങിയതോടെ അതിനാക്കം കൂടിക്കൂടി വന്നു. അതിനുപരിയാണ് ഈ ഹിന്ദി ഗാനങ്ങളുടെ സമ്മർദ്ദം. ഓരോ വീട്ടിലെയും ചെറുപ്പക്കാരായ യുവതി യുവാക്കൾ ഫുൾ ഫോഴ്സിലാണ് പുതിയതായി വാങ്ങിയ ആ യന്ത്രം തുറന്നു വയ്ക്കുന്നത്. പിന്നെ ആ ദിക്കാകെ അതിൻ്റെ ചീൽക്കാരം അലച്ചു നടക്കും. പാട്ടു രസിക്കുന്നവർ താളം പിടിക്കും, പക്ഷേ അല്ലാത്തവർക്കാണ് അത്യാപത്ത് മുഴുവൻ. ദേവസുന്ദര ബാബു ഹിന്ദി പാട്ട് രസിക്കാത്ത വർഗത്തിൽപ്പെടുന്നു. പക്കത്തു താമസക്കാരനായ ഒരു ചെറുപ്പക്കാരൻ മാന്യനെ ഒരു ദിവസം കണ്ടുമുട്ടിയപ്പോൾ സംഭാഷണത്തിനിടയ്ക്ക് സന്ദർഭമുണ്ടാക്കി അയാൾ പറഞ്ഞു, പിന്നെ ഒരു കാര്യം, തെറ്റിദ്ധരിക്കുമെന്നുണ്ടെങ്കിൽ പറയണമെന്ന് വിചാരിക്കുന്നില്ല. പറയൂ, കേൾക്കട്ടെ ആദ്യം. ദേവസുന്ദര ബാബു പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലെ റേഡിയോ അല്പം സ്വരം താഴ്ത്തി പാടിക്കുന്നതിൽ എന്താണ് വിരോധം? മാന്യൻ പറഞ്ഞു, ഞാനും കുട്ടികളോട് അതൊക്കെ തന്നെയാണ് പറയാറുള്ളത് സർ. റേഡിയോ കേൾക്കണമെങ്കിൽ കേട്ടോളിൻ പിള്ളേരെ, പക്ഷേ ഇങ്ങനെ തൊള്ള തുറപ്പിച്ചാലോ? എന്നാൽ ഇന്നത്തെ കുട്ടികളുണ്ടോ മുതിർന്നവർ പറയുന്നത് കേൾക്കുന്നു? നിങ്ങളുടെ പുരയിലുമുണ്ടല്ലോ കുഞ്ഞുങ്ങൾ, പറഞ്ഞറിയിക്കേണ്ടതുണ്ടാവില്ല. ദേവസുന്ദര ബാബുവിനുമുണ്ട് കുഞ്ഞുങ്ങൾ, പക്ഷേ അവരൊക്കെ ഇന്ന് മുതിർന്നു പോയിരിക്കുന്നു. എന്നല്ല, ആൺമക്കളെല്ലാം ജോലി ചെയ്യാൻ പുറം നാടുകളിൽ പോയി കിടക്കുന്നു, പെൺമക്കൾ ശ്വശുരഗൃഹത്തിൽ. ദേവസുന്ദര ബാബു എന്തു പറയും മറുപടി? ഉത്തരം മുട്ടിപ്പോയെന്നർത്ഥം. നസ്കർ ബാഗാൻ ലേനിലെ നിവാസികൾ കൽക്കത്ത എന്ന മഹാനഗരത്തിൻ്റെ ഒരു കൊച്ചു പതിപ്പാണ്. അവരുടെ ആവലാതികൾക്കും ആക്ഷേപങ്ങൾക്കും അവ ചെറുതാകട്ടെ വലുതാകട്ടെ ഒരിടത്തുമില്ല കേൾപ്പോൽ. അതിനാൽ അവർക്ക് ഒരു കാലത്തുമില്ല ഒരു തീരുമാനം. നസ്കർ ബാഗാൻ നിവാസികൾ ട്രാമിലോ ബസ്സിലോ കയറുമ്പോൾ തിരക്കിലേക്കുള്ള ആ കുത്തിക്കയറ്റത്തിനിടയ്ക്ക് ഇടിയും കുത്തും മുറുകുമ്പോൾ ഒരുവൻ ചെരുപ്പിട്ട കാൽ കൊണ്ട് മറ്റൊരുവൻ്റെ കാൽ ചവിട്ടുമ്പോൾ അവരുടെ രക്തത്തിനും ഏതാനും നിമിഷത്തേക്ക് ചൂടു കയറാറുണ്ട്. എന്നാൽ അതു ക്ഷണം ആറി തണുക്കുകയാണ് പതിവ്. ചിലപ്പോൾ 1-2 ബോംബുകൾ പൊട്ടും, ട്രാമോ ബസ്സോ കത്തും, വീണ്ടും നഗരജീവിതം പഴയപടി തുടരും. നിശ്ചിന്തം, നിർവിഘ്നം. തുടർന്നില്ലെങ്കിൽ ലോകഗതിക്കു തന്നെ പറ്റിയെങ്കിലോ വല്ല തകരാറും എന്ന മട്ടിൽ. ഇതിനൊന്നുമില്ല പ്രതിവിധി. പ്രതിവിധി തേടിയാലും കിട്ടുമെന്നുറപ്പില്ല. അതിനാൽ തേടാനും ആളില്ല, ചെയ്യാനും ആളില്ല. പ്രതികാരം അന്വേഷിക്കുന്നതിനെന്ന പോലെ പ്രതിവിധി ചെയ്യുന്നതിനുമില്ല ഒരു സ്ഥാപനം. നസ്കർ ബാഗാൻ ലേനിൻ്റെ ഭാഗ്യവിധാതാക്കളെ പോലെ തന്നെ ബംഗാളിൻ്റെ ഭാഗ്യവിധാതാക്കളും ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അതിനാൽ നസ്കർ ബാഗാൻ ലേനിലെ ഭവനങ്ങളിൽ റേഡിയോ വെച്ച് മുഴക്കുമ്പോൾ അടിയന്തിരങ്ങൾക്കും സമാരോഹങ്ങൾക്കും ലൗഡ് സ്പീക്കർ അതിൻ്റെ തൊള്ള തുറക്കുമ്പോൾ നിരൂപായരായി എല്ലാവരും എല്ലാം സഹിച്ച് മുനിവൃത്തിയിൽ മുഴുകുന്നു. പലപ്പോഴും അറിയാതെ ആരോടെന്നില്ലാതെ പറഞ്ഞു പോകുന്നു, ഹാ, ഇത് സഹിച്ചുകൂടാതായല്ലോ. എന്നാൽ ലൗഡ് സ്പീക്കർ വിരസമായ ഒരു യന്ത്രം മാത്രം. മനുഷ്യരുടെ യാതന കണ്ടാലുണ്ടോ അത് കൂസുന്നു. അത് ഏതും പിഴവു വരുത്താതെ ബോംബെ ഫിലിമുകളുടെ ദുർബോധ്യങ്ങളായ പീഡനങ്ങൾക്ക് ഉച്ചസ്വരം നൽകി മനുഷ്യൻ്റെ കറോണറിയിൽ നേരെ ചെന്നു തറയ്ക്കുന്നു. മുറിപ്പെടുത്തി ആർത്തിരമ്പി സകലമാന പേരെയും സ്വൈര്യം കെടുത്തുന്നു. അങ്ങനെയിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം കരുണാകാന്ത ബാബുവിൻ്റെ ഭവനത്തിലേക്ക് ഒരു വാടകക്കാരൻ്റെ കടന്നുചെല്ല്. കരുണാകാന്ത ബാബു ആന്നികം കഴിഞ്ഞ് എഴുന്നേറ്റിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. താഴെ നിന്നുള്ള വിളികേട്ടിറങ്ങിച്ചെന്നപ്പോൾ ഒരു യുവതിയെയാണു കണ്ടത്. 20-22 വയസ്സ്, തേച്ചുമിനുക്കിയ നിറം, നല്ല ചുറുചുറുക്കും ചോര തിളപ്പുമുള്ള ഭാവം. യുവതി മുറികൾ നോക്കി. മുറികളോട് ചേർന്ന് അടച്ചുറപ്പുള്ള വരാന്ത. യുവതി ചോദിച്ചു, പൈപ്പ് എവിടെ? കരുണാകാന്ത ബാബു പറഞ്ഞു, അതാ അവിടെ മുറ്റത്തിൻ്റെ കോണിൽ. അയാൾ ചൂണ്ടിക്കാട്ടിയ ദിക്കിലേക്ക് യുവതിയും നോക്കി. ഏതാണ്ട് 2 മുഴം നീളമുള്ള മുറ്റം, മുകളിൽ ടിൻ ഷീറ്റ്. കരുണാകാന്ത ബാബു യുവതിയുടെ നെറ്റിയിലേക്ക് സൂക്ഷിച്ചു നോക്കി. പൊട്ടിൻ്റെയോ തിലകത്തിൻ്റെയോ യാതൊരു ചിഹ്നവുമില്ല. കല്യാണം കഴിഞ്ഞിട്ടില്ലായിരിക്കുമെന്നോ? കുട്ടി ഒറ്റയ്ക്കേ ഉള്ളൂ? യുവതി പറഞ്ഞു. അതെ. വേറെ ആരുമില്ലേ കൂടെ? യുവതി ചോദിച്ചു. കൂടെ ആരുമില്ലെങ്കിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ? കരുണാകാന്ത ബാബു ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു.
അയാൾ പറഞ്ഞു. ഏയ്, വിരോധം തോന്നാൻ എന്തിരിക്കുന്നു, ചോദിച്ചുവെന്നേ ഉള്ളൂ. കുട്ടി ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് ചുമതലയേറും, അതാണ്. ഈയിടെയായിട്ട് കൽക്കത്തയുടെ സ്ഥിതി വളരെ മോശമായിരിക്കെയാണ്. യുവതി പറഞ്ഞു. അതോർത്ത് നിങ്ങൾക്ക് വിഷമം തോന്നേണ്ട. ഞാൻ ബംഗാളിൽ പിറന്നു വളർന്നവളല്ല, റായ്പൂരിൽ നിന്ന് ജോലിയായിട്ട് വന്നവളാണ് ഞാൻ. പേർ പ്രഭ. എവിടെയാണ് ജോലി? ഗേൾസ് സ്കൂളിൽ, തീർത്ഥമയി ബാലികാ വിദ്യാലയം. എന്നെപ്പറ്റി വല്ലവരോടും വല്ലതും ചോദിച്ചറിയണമെന്നുണ്ടെങ്കിൽ വിരോധമില്ല. നിങ്ങളുടെ വാടക മുടക്കം കൂടാതെ പ്രതിമാസം ആദ്യത്തെ ആഴ്ച തന്നെ നിങ്ങൾക്കു ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനു കഴിയാതെ വരുന്ന ദിവസം വീട് വിട്ടു പൊയ്ക്കോളാം. വാക്കുതരാം ഞാൻ. കാര്യം അന്നു തന്നെ മിക്കവാറും ഉറപ്പിച്ചു. വീടിനകത്തേക്ക് ചെന്നപ്പോൾ കരുണാകാന്ത ബാബുവിൻ്റെ പത്നി ചോദിച്ചു, ഏതാണീ പെണ്ണ്? ഒരു സ്കൂൾ ടീച്ചർ.